വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ട്രിപ്പ് പ്ലാൻ ചെയ്ത് അവസാനം നമ്മൾ യൂഷ്വലി എവിടെയാണ് എത്തിപ്പെടാറ് അവിടെ തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം പോകുന്നത്. വേറെ എവിടെയല്ല, നമ്മളുടെ കോയമ്പത്തൂരുള്ള ആദിയോഗിയിലേക്കൊക്കെ തന്നെയാണ് ഗൈസ് ഞാൻ ഇപ്രാവശ്യം പോകുന്നത്. നിനക്കിതിനും മാത്രം പ്രാവശ്യം ആദിയോഗിയിൽ എന്തോന്നെ കാണാനുള്ളത്? നിനക്ക് വേറെ സ്ഥലമല്ലേ പോകാനായിട്ട് എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനായിട്ടുള്ളത് സത്യമായിട്ട് എനിക്കറിയില്ല ഗൈസ്. ഞാൻ എത്രയൊക്കെ പ്ലാൻ ചെയ്താലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ആദിയോഗിയിലേക്ക് എത്തിപ്പെടും. എന്തോ ഒരു കൈൻഡ് ഓഫ് അട്രാക്ഷൻ എന്നെ അങ്ങോട്ട് വലിപ്പിക്കുന്നുണ്ട് ഗൈസ്. എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഫ്രഷ് ആയിട്ട് ഒന്നുകൂടി പോയിട്ട് വരാം. നമ്മൾ ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റിൻ്റെ ബാക്കിൽ ഒരു ബേർഡ് സാങ്ച്വറി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടുപോയത് 2 പട്ടിക്കുട്ടികൾ അവിടെ പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടതിന് ശേഷം നമ്മൾ ഇതുവരെ അത്തിപ്പഴം കഴിക്കാൻ വിചാരിച്ചു. അത്തിപ്പഴം കണ്ടോ, ദിസ് ഇസ് കോൾഡ് അത്തിപ്പഴം. ഇത് കഴിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടായിരുന്നില്ല ഗൈസ്. അതിലൊരു വല്ലാത്തൊരു ചവർപ്പായിരുന്നു. ഈ ക്ലിപ്സ് ആക്ച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയി പോയതാട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു ആര്യവേപ്പ് കൊടുത്ത അമ്മയുടെ ഷുഗർ അങ്ങോട്ട് അടക്കാമെന്ന്. എല്ലാ മാതൃഭൂമിയുടെ പവർ എന്ന് പറയുന്ന പോലെ ഇതൊക്കെ ആര്യവേപ്പിൻ്റെ പവറായിരുന്നു കേട്ടോ. നല്ല ജില്ലായിട്ടായിരുന്നു അമ്മ അവിടെ വരെ എത്തിയത്. ആൻഡ് നമ്മൾ റൂമിൽ പോയി ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ നേരെ നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിപ്പെട്ടു. ആൻഡ് നമ്മൾ ബാക്കിലുള്ള ഇഷ ഫൗണ്ടേഷനിലേക്ക് ഇതേ ഒരു കാളവണ്ടിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ കാളവണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും എൻ്റെ മൈൻഡ് വോയിസ് വാസ് ലൈക്ക് ഒരു കാതിലൂലെ ഞാൻ കണ്ടില്ല, അതൊക്കെ പാടിക്കൊണ്ടിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ആൻഡ് ഇഷ ഫൗണ്ടേഷനിൽ പോയി റിട്ടേൺ വന്നപ്പോഴത്തേക്കും നമ്മൾ ലേസർ ഷോ സ്റ്റാർട്ട് ആവാനായിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾക്ക് കാളവണ്ടി അൺഫോർച്ചുനേറ്റ്ലി കിട്ടിയില്ല ഗൈസ്. സോ നമുക്ക് എല്ലാവർക്കും അവിടെ നിന്ന് അങ്ങ് വരെ നടക്കേണ്ടി വന്നു. ആൻഡ് നമ്മൾ ലേസർ ഷോ മെയിൻ അട്രാക്ഷൻ ആണല്ലോ. സോ അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ ഈ പാളയിലുള്ള ഇലയിൽ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം ഇത് നെക്സ്റ്റ് ഡേ രാവിലത്തെ ഇത് ഞാൻ ആക്ച്വലി പാർട്ട് 2 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ആൻഡ് ഗൈസ് അവിടെ ഒരു വലിയ വാട്ടർഫോൾസ് ഉണ്ട്. തേങ്ങയാണ് മാങ്ങയാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ ആക്ച്വലി ഒരു ജംഗിളിൻ്റെ നടുക്ക് ഒരു തോട് ഗൈസ്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫോൾസ് ഒന്നും കാണാത്തവർക്കാണ് ഇത് വലിയൊരു വാട്ടർഫോൾസ് ആണ് പറയുന്നത്. ആൻഡ് ഗൈസ് ഇതിൻ്റെ നടുക്ക് പോയപ്പോഴത്തേക്കും കുരങ്ങനെയൊക്കെ കണ്ടായിരുന്നു. ദാറ്റ്സ് ഓൾ ദി അട്രാക്ഷൻ ഹിയർ. എന്തായാലും പാർട്ട് 2 വീഡിയോ വരുന്നതായിരിക്കും.